ആലോചിച്ച് നോക്കൂ, അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ്, എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ്. അതൊക്കെ പറയാം, ഇയാളാണ്. അല്ല, അത് ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഹാഷ്മി മറന്നുപോയി കാണില്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. അപ്പം വൾഗറായി സംസാരിക്കരുത്. അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. അല്ല, രാഹുൽ ഈശ്വർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ? എന്ത് നിലപാടാണ് രാഹുൽ? എന്താണ് കണ്ണടച്ചിട്ടാക്കൽ? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ? അല്ലെങ്കിൽ ഒരു അഡൽട്ടായ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ രാഹുൽ? രാഹുൽ ഈ പറഞ്ഞ ബോബി ആരാ? ആരും ആഭാസം പറയുന്നത് കാര്യത്തിൽ യോജിക്കില്ല. പക്ഷേ നമ്മൾ മറക്കരുത്, കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ നമസ്കാരം. ഹണി റോസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഇനി വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോ ചെയ്തു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചർച്ച കേട്ടതിന് ശേഷം ഒരു വീഡിയോയും കൂടി ചെയ്യണമെന്ന് തോന്നി. കാരണം ഇത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ബാധിക്കുന്ന കാര്യമല്ല, സ്ത്രീയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളെയും ബാധിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്രത്തോളം സംവാദം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഡിസ്കഷൻ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇന്നലെ ബോച്ചയെ അറസ്റ്റ് ചെയ്തു, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ രാഹുൽ ഈശ്വർ ഇദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ ഇദ്ദേഹം 2 വീഡിയോ ഇട്ടു. ആ 2 വീഡിയോയും ഞാൻ കണ്ടു. പിന്നീട് നിരവധി ചാനലുകളിൽ ചർച്ചയും ഡിസ്കഷനും ഒക്കെ തന്നെ നടന്നിരുന്നു. ആ ഡിസ്കഷനിലൊക്കെ തന്നെ ഈ രാഹുൽ ഈശ്വർ ഇദ്ദേഹം പങ്കെടുത്തു. അപ്പൊ ഇദ്ദേഹം ഈ ഡിസ്കഷൻ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ തുടങ്ങി വെക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയാമോ? ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ആ സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനുള്ള ഒരു ആയുധമല്ല. അങ്ങനെ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കുറിച്ച് ആരും തന്നെ മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഇദ്ദേഹം ആദ്യം പറയുന്നു. അതിനുശേഷം പക്ഷേ 90% ഇവിടുത്തെ മിസ്റ്റേക്ക് ഹണി റോസിന്റെ ഭാഗത്തല്ലേ? ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടല്ലേ? ഹണി റോസ് ശരീരത്തെ ബൾജ് ചെയ്ത് കാണിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടല്ലേ? മലയാളികളായിട്ടുള്ള ആണുങ്ങൾ നോക്കുന്നത് വെച്ചിട്ട് അങ്ങനെ അവരുടെ നോട്ടം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഹണി റോസ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഹണി റോസിന്റെ വസ്ത്രം മാന്യമാക്കണം, മലയാളികൾക്ക് ചേരുന്നതായിരിക്കണം, കൾച്ചറിന് ചേരുന്നതായിരിക്കണം, സംസ്കാരത്തിന് യോജിക്കുന്നതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്നത് സത്യത്തിൽ ബോച്ചെ എന്ന് പറയുന്ന അദ്ദേഹത്തെ വെളുപ്പിക്കാനല്ലേ? ബോച്ചെ ഭയങ്കരമായിട്ട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നു, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെങ്കിലും ചാരിറ്റി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വായിൽ നിന്ന് വരുന്ന വാക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് നന്മയുള്ള മനുഷ്യനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റുന്നത്? അദ്ദേഹം എങ്ങനെയാണ് നന്മയുള്ളവനാകുന്നത്? ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നന്മയുള്ളവനാകുന്നത്? ഹണി റോസിന്റെ കാര്യത്തിൽ മാത്രമാണോ അദ്ദേഹം ഡബിൾ മീനിങ് ഉള്ള വേർഡുകൾ ഉപയോഗിക്കുന്നത്? ഹണി റോസിന് വസ്ത്രം കണ്ടിട്ടാണെന്ന് പറയാം. ഒരു ചായക്കടയെ കയറി ചെന്നിട്ട് ഒരു പഴംപൊരിയെ പോലും ഡബിൾ മീനിങ് വെച്ച് വർണ്ണിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് നല്ല മനുഷ്യനാകുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ വഷളത്തരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂടപ്പിറപ്പാണ്, ഒരു ഹോബി പോലെ കൊണ്ടു നടക്കുന്നതാണ്. അത് സ്ത്രീകളോട് മാത്രമല്ല അദ്ദേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് മാത്രമല്ല അദ്ദേഹം കാണിക്കുന്നത്, പല സ്ത്രീകളോട് അദ്ദേഹം കാണിക്കും. അങ്ങനെ പല സ്ത്രീകളോട് അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, ആരും തന്നെ പുറത്തു പറയാത്തതായിരിക്കാം. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് റീസൺ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ കൾച്ചറിന്റെ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. എന്താണ് നമ്മുടെ സംസ്കാരം? അതൊന്ന് പറയാമോ? നമ്മുടെ കൾച്ചർ. പിന്നെ മാന്യത എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു. എന്താണ് ഈ മാന്യത? അതിനൊരു ഡെഫിനിഷൻ പറയാമോ? ഈ മാന്യതയ്ക്കൊരു ഡെഫിനിഷൻ പറയാമോ? ഈ പുരുഷന്മാര് മാന്യതയില്ലാത്ത എല്ലാ പ്രവൃത്തിയും കാണിച്ചു കൂട്ടുന്നത് പുരുഷന്മാരാണ്. എന്നിട്ട് സ്ത്രീകൾ മാന്യമായിട്ട് പെരുമാറണം, സ്ത്രീകൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, മാന്യമായിട്ട് നടക്കണം, എല്ലാ കാര്യവും സ്ത്രീകൾ മാത്രം മാന്യമായിട്ട് എല്ലാം ചെയ്യണം. പക്ഷെ പുരുഷന് മാത്രം ഒരു രീതിയിലുള്ള മാന്യതയും പാടില്ല. പുരുഷന് മാന്യതയില്ലാതെ സംസാരിക്കാം, മാന്യതയില്ലാതെ നടക്കാം, സ്ത്രീയെ നോക്കാം, തോണ്ടാം, അവളെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ സ്ത്രീ മാത്രം മാന്യമായിട്ട് പെരുമാറിക്കണം. അത് എവിടുത്തെ നിയമമാണ്?
മാന്യത എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു വാക്കാണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. ഇനി നമുക്ക് കൾച്ചർ ആ ഒരു സൈഡിലേക്ക് പറയാം. നമ്മുടെ കൾച്ചർ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ത്യയിലുള്ള ബാക്കി സംസ്ഥാനങ്ങളിലെ ഒന്നും കൾച്ചർ നോക്കണ്ട, നമ്മുടെ കേരളത്തിലുള്ള കൾച്ചർ പറ, മലയാളികളുടെ കൾച്ചർ പറ. ഒരു 1900 വരെ നമ്മുടെ ഇവിടെ ഒരു ജാതി വ്യവസ്ഥ, ജാതി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാര്, ഉയർന്ന ജാതിക്കാര് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി തിരിച്ച് ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശം കൊടുക്കാതിരുന്നവരാണ് ഇവിടുത്തെ പുരുഷന്മാർ. ഉയർന്ന ജാതിയിലെ പുരുഷന്മാർ അവരാണ് ഈ സംസ്കാരത്തിന്റെ കാര്യം വിളമ്പുന്നത്. ഇനി ഉയർന്ന ജാതിയിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ പറയാം, അത് അന്നത്തെ കാലത്തല്ലേ. പണ്ട് കാലത്തെ സ്ത്രീകളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത്. പണ്ട് കാലത്തെ സ്ത്രീകളുടെ വസ്ത്രം എന്തുമായിരുന്നു? നമ്മുടെ അമ്മമാരുടെ കാലത്തുള്ള സ്ത്രീകളുടെ വസ്ത്രം എന്തുമായിരുന്നു? മുണ്ടും ബ്ലൗസും ഒക്കെ അല്ലായിരുന്നോ? അവരുടെ ശരീരം ഒരുപാട് എക്സ്പോസ്ഡ് ആവുമായിരുന്നു. ഇന്നത്തെ സ്ത്രീകൾ കവർ ചെയ്യുന്നുണ്ട്, അവരെക്കാട്ടിൽ കൂടുതൽ കവർ ചെയ്താണ് ഇന്നത്തെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത്. അപ്പൊ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ, പാശ്ചാത്യത്തെ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കൾച്ചർ. സ്ത്രീയെ മാറി മറയ്ക്കാൻ പോലും അനുവദിക്കാതിരുന്നവരാണ് ഇവിടെയുള്ള ആണുങ്ങൾ, ഇവിടെയുള്ള പുരുഷന്മാർ. മനസ്സിലായോ? കൾച്ചർ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം. ഇനി ശരിക്കോട്ട് വരാം, നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം വരാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കാം. ഈ ഒരു ഫോട്ടോ കണ്ടോ? നമ്മുടെ മലയാള മനോരമ പോലെയുള്ള മാഗസീനിൽ എല്ലാ ദിവസവും നോവലുകൾ വരും. പണ്ടുള്ള സ്ത്രീകൾക്കറിയാം, ഈ നോവലുകൾ വായിക്കുന്നവരായിരുന്നു. ഈ സീരിയൽ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നതിന് തൊട്ട് മുമ്പ് ഈ നോവലുകളിലൊക്കെ തന്നെ സ്ത്രീകളെ വരച്ചിടുന്നത് കണ്ടോ? ഈ രീതിയിലാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി സ്ത്രീ ഇരിക്കുന്നത്? എത്ര സ്ത്രീകൾ ഈ രീതിയിലിരിക്കും? ഇങ്ങനെ സ്ത്രീയെ വരച്ചിടുന്ന സമയത്ത് സ്ത്രീയുടെ മാറിടവും സ്ത്രീയുടെ ബാക്കി ഭാഗവും അങ്ങനെ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ച് വെച്ചിട്ടാണ് ഇവർ വരയ്ക്കുന്നത്. അപ്പൊ ഈ വരയ്ക്കുന്ന ആണുങ്ങൾക്ക് എന്തുമാകാം. അപ്പൊ ഈ രീതിയിൽ സ്ത്രീയെ സെക്ഷലൈസ് ചെയ്ത് ആദ്യം കാണിച്ചത് ആരാണ്? പുരുഷൻ തന്നെയാണ്. ഇനി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം, ഈ മലയാളി എന്ന് പൊതുവായിട്ട് പറയണ്ട, മലയാളികൾക്കല്ല, മലയാളി പുരുഷന്മാർക്കാണ് ലൈംഗിക ദാരിദ്ര്യമുള്ളത്. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടു, സ്ത്രീകളുടെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ അത് നോക്കി ആസ്വദിച്ചു പോകും. അത് ആരുടെ കുഴപ്പമാണ്? പുരുഷന്റെ കുഴപ്പമാണ്. അതായത് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെങ്കിലും ലൈംഗികപരമായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടെങ്കിലും അത് പുരുഷന്റെ പ്രശ്നമാണ്. ഒരു പുരുഷന് വീക്ക്നെസ് ഉണ്ട്, പുരുഷൻ ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് സ്ത്രീകൾ എന്തിനാണ് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? അപ്പൊ പുരുഷന്റെ പ്രശ്നം കൺട്രോൾ ചെയ്യേണ്ടത് പുരുഷനാണ്. ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കൂ എന്ന് പറയുമ്പോൾ അത് അവന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നോക്കാതിരിക്കാനുള്ള ട്രെയിനിങ് പുരുഷന് കൊടുക്കണം. ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, ഒരു സ്ത്രീയെ തുറിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അവൾ എങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവളുടെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കാനോ അവളുടെ ശരീരത്തെക്കുറിച്ച് മോശമായിട്ട് വർണ്ണിക്കാനോ പുരുഷന് അവകാശമില്ല എന്ന് കുഞ്ഞിലേ മുതലേ ആൺകുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? പെൺകുട്ടികളോട് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ എന്തുകൊണ്ടാണ് ആൺകുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാത്തത്? ഇനി എല്ലാം പോട്ടെ, ഈ പറയുന്ന ന്യായവാദങ്ങളൊക്കെ ഉയർത്തുന്നവരോട് മാന്യമായ വസ്ത്രധാരണം നടത്തണം, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിക്കാൻ പാടില്ല, ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കണം, എല്ലാം കവർ ചെയ്ത് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ എന്ന് പറയുന്ന സ്ത്രീ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഹണി റോസ് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ചിട്ടാണ്, ഈ രീതിയിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചതുകൊണ്ടാണ് ഹണി റോസിനെ കുറ്റം പറഞ്ഞത് എന്ന്. പക്ഷേ ഹണി റോസിനെ പോലെ ഹണി റോസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉള്ള സ്ത്രീകൾ കുറവാണ്. ഇങ്ങനെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഈ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ കുറവാണ്. ബാക്കി നമ്മുടെ കേരളത്തിലെ 90% സ്ത്രീകൾ നിങ്ങൾ പറയുന്ന സോക്കോൾഡ് മാന്യത, നിങ്ങളുടെ സോക്കോൾഡ് മാന്യത കേട്ടോ, നിങ്ങൾ ഈ ഒരു ലേബിൾ ചെയ്തിട്ടുണ്ടല്ലോ മാന്യത എന്ന് പറയുന്നത്, അതായത് ഫുൾ കവർ ചെയ്തിട്ടുള്ള വസ്ത്രം, ആ മാന്യതയിൽ നിന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്നതാണ് 90% കേരളത്തിലെ സ്ത്രീകളും. അതിലൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ശരീരം എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിക്കുന്ന ഒരാളല്ല, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, 25 വയസ്സുള്ളൊരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് തോന്നുന്നൊരു 10 വയസ്സ് മുതൽ ഈ ഒരു കാലഘട്ടം വരെ 25 വയസ്സ് വരെ എനിക്ക് ഇതിനെക്കാട്ടിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നല്ലോ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ്, മാന്യതയില്ലാതെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ്, മാന്യതയില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നല്ലോ. മാന്യമായിട്ട് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള മാന്യതയുള്ള വസ്ത്രം ധരിച്ചിട്ടും ഒരു പുരുഷനെ അങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങനെ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങോട്ട് നോക്ക് എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ശരീരം കണ്ടോ എന്ന് പറഞ്ഞ് ആകർഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല.
അങ്ങനെ ശ്രമിക്കാതെ വളരെ മര്യാദയായിട്ട് എൻ്റെ കാര്യം നോക്കി പോയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുരുഷന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഇതിനുത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എല്ലാ സത്യമാണ്, ഞാൻ സമ്മതിക്കാം. ഇപ്പം മനസ്സിലായില്ലേ? എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അപ്പം നോട്ടത്തിലാണ് പ്രശ്നം, പുരുഷന്റെ നോട്ടത്തിലാണ് പ്രശ്നം. അപ്പം യഥാർത്ഥത്തിൽ പ്രശ്നക്കാരാരാണ്? പുരുഷന്മാരാണ് പ്രശ്നക്കാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അത് പരിഹരിച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പം മനസ്സിലായില്ലേ? എന്നെ പോലെയുള്ള 90% സ്ത്രീകളും ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹണി റോസ് മാത്രമല്ല, ആ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിതിനൊരു ഉത്തരം എന്താ? നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു വലുതായിട്ട് പുറത്തേക്കൊന്നും പോകാത്ത, കോളേജിലൊന്നും പഠിക്കാത്ത സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അധികം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല. ഈവൻ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്നും, നെയ്ബേഴ്സിന്റെ ഭാഗത്ത് നിന്നും, പബ്ലിക്കായിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള തുറിച്ചുനോട്ടങ്ങൾ നേരിടാത്ത ഒരു സ്ത്രീയും ഉണ്ടായിരിക്കത്തില്ല. സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിച്ച് അവർ ഫുള്ള് കവർ ചെയ്ത്, ഈവൻ നമ്മൾ പറയത്തില്ലേ, പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണത്തില്ല. പർദ്ദ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പോലും ശരീരം വർണ്ണിക്കാൻ നടക്കുന്ന ആണുങ്ങളുണ്ട്. അങ്ങനത്തെ കാലമാണ് നമ്മുടേത്. അപ്പം മറച്ചു പിടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഓപ്ഷൻ. നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അത് പരിഹരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. റിയൽ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക.